Hello, in this section we are discussing about the concept of region. Region is a dynamic concept which has been defined differently by different geographers. Region എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് കൺസെപ്റ്റ് ആണ്. ഈ കൺസെപ്റ്റിനെ ഓരോ ജോഗ്രഫേഴ്സും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. In the concluding part of 19th century, French geographer Vidal de la Blache called the areas of similar physical and cultural characteristics as space. 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ഫ്രഞ്ച് ജോഗ്രഫറായ വിഡൽ ഡി ല ബ്ലഷെ ഒരേപോലെ ഫിസിക്കൽ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഏരിയാസിനെ വിളിച്ചിരുന്നത് സ്പേസ് എന്നാണ്. Region is defined as an area that is differentiated from other areas according to specified criteria. റീജിയന്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അതൊരു ഏരിയ ആണ്. ആ ഏരിയ മറ്റു ഏരിയയിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്താണ് നിൽക്കുന്നത് ചില സ്പെസിഫൈഡ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട്. Hudson in 1905 was the first to divide the earth into major natural regions on the basis of climatic parameters. ഹഡ്ബേർഡ്സൺ ആണ് ആദ്യമായിട്ട് എർത്തിനെ നാച്ചുറൽ റീജിയൻസ് ആയിട്ട്, അതായത് ക്ലൈമാറ്റിക് പാരാമീറ്ററിന്റെ ബേസിൽ നാച്ചുറൽ റീജിയൻസിനായിട്ട് ഡിവൈഡ് ചെയ്ത ഹഡ്ബേർഡ്സൺ ആണ് 1905. The basic objective of the discipline of geography is to provide accurate, orderly and rational description and interpretation of the variable character of the Earth's surface. Richard Horshon അദ്ദേഹത്തിന്റെ ബുക്കായ പെർസ്പെക്റ്റീവ് ഓൺ നാച്ചുറൽ ജോഗ്രഫിയിൽ പറയുന്നത്, ജോഗ്രഫി എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ ബേസിക് ആയിട്ടൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എർത്ത് സർഫസിലുള്ള ഫീച്ചേഴ്സിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ളതും ഓർഡർലി ആയിട്ടുള്ളതും റാഷണൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും ഇന്റർപ്രിട്ടേഷനുമാണ്. ഇൻഫാക്ട് ദ ജോഗ്രഫേഴ്സ് മെയിൻ കൺസേൺ ഈസ് ഹൗ തിങ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സർഫസ് ഓഫ് ദ എർത്ത്, how physical and cultural features of areas are alike or different from place to place, how the varying content of different places came about. അദ്ദേഹം പറഞ്ഞത് ജോഗ്രഫേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഈ ഫീച്ചേഴ്സ് എർത്തിന്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, എങ്ങനെയൊക്കെ ഫിസിക്കലും കൾച്ചറൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്ത് ഒരു ഏരിയ ഒരുപോലെ വരുന്നു, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടും ഒരു പ്ലേസ് മറ്റൊരു പ്ലേസിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതാണ് ഒരു ജോഗ്രഫർ അല്ലെങ്കിൽ ഒരു ജോഗ്രഫി എന്ന് പറയുന്ന വിഷയത്തിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്നാണ് റിച്ചാർഡ് ഹോർഷൻ പറഞ്ഞത്. Region is a device of area generalization. It has also been defined as differential segment of Earth's surface. ഇനി വിറ്റേഴ്സ്ലി 1929 അദ്ദേഹം ഒരു ഡെഫിനിഷൻ പറഞ്ഞത്, റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻഷിയേറ്റഡ് സെഗ്മെന്റ് ഓഫ് എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് റീജിയൻ എന്നാണ് വിറ്റൽസിയുടെ ഡെഫിനിഷൻ പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ ജോഗ്രഫേഴ്സും അവരവരുടെ രീതിയിലാണ് റീജിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Attributes, features or characteristics of a region. First, regions have location. All region, physical or cultural areas, is expressed in regional line such as Southeast Asia, Far East, Northwestern Europe, etc. റീജിയന് കുറേ സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, റീജിയൻസിന് ഒരു പ്രത്യേക ഡെഫിനിറ്റ് ആയിട്ടൊരു ലൊക്കേഷൻ കാണും. ഫിസിക്കൽ റീജിയൻ ആയിക്കോട്ടെ, കൾച്ചറൽ റീജിയൻ ആയിക്കോട്ടെ, അതിനൊരു റീജിയണൽ ലൈൻ കാണും, ഒരു പ്രത്യേകമായിട്ട് ഡെഫിനിറ്റ് ആയിട്ടൊരു ലൊക്കേഷനും കാണും. അതായത് ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ്, നോർത്ത് വെസ്റ്റ് യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ്, ഫാർ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ്. ആൻഡ് ദിസ് ലൊക്കേഷൻ ആർ മെയിൻലി ഓഫ് ടു ടൈപ്സ്, ആബ്സല്യൂട്ട് ലൊക്കേഷൻ ആൻഡ് റിലേറ്റീവ് ലൊക്കേഷൻ. ഈ ലൊക്കേഷനിൽ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ആബ്സല്യൂട്ട് ലൊക്കേഷനും ഉണ്ട്, റിലേറ്റീവ് ലൊക്കേഷനും ഉണ്ട്. Absolute location, providing the latitudinal and longitudinal extent of the region with respect to Earth grid coordinates. ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എക്സ്റ്റൻഷൻ വെച്ച് പറയുകയാണെങ്കിൽ അതാണ് ആബ്സലൂട്ട് ലൊക്കേഷൻ. ഇപ്പൊ ഇന്ത്യ പറയുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉള്ള എക്സ്റ്റൻഷൻ ഉണ്ട്. അതുപോലെ കേരളം എടുക്കുകയാണെങ്കിൽ ഒരു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉള്ള എക്സ്റ്റൻഷൻ ഉണ്ട്. സപ്പോസ് നമ്മൾ തിരുവനന്തപുരമാണ് എടുക്കുന്നതെങ്കിൽ അതിനും ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആയ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ലൊക്കേഷൻ പറയുന്നതെങ്കിൽ അത് ആബ്സലൂട്ട് ലൊക്കേഷൻ.
Relative location. Location with reference to other region. For example, Eastern Europe. എന്തെങ്കിലും ഒരു റെഫറൻസ് മറ്റു സ്ഥലങ്ങളെ വെച്ചിട്ടൊരു റെഫറൻസ് പറയുകയാണെങ്കിൽ അത് റിലേറ്റീവ് ലൊക്കേഷൻ. യൂറോപ്പിൻ്റെ ഈസ്റ്റേൺ ഭാഗം, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അല്ലെങ്കിൽ നോർത്തേൺ അമേരിക്ക തുടങ്ങിയ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ മറ്റെന്തെങ്കിലും റെഫറൻസ് വെച്ചാണ് പറയുന്നതെങ്കിൽ അത് റിലേറ്റീവ് ലൊക്കേഷൻ. സെക്കൻഡ്, regions are spatial extent. റീജിയൻസിനെല്ലാം തന്നെ സ്പേഷ്യൽ ആയിട്ടൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. The homogeneous physical and cultural attribute of the Earth's surface have spatial or aerial extent. For example, Saharan Desert or the country of India have a spatial extent or have a personality on the ground. റീജിയൻസിനെല്ലാം തന്നെ ഫിസിക്കൽ ആയാലും ശരി, കൾച്ചറൽ ആയാലും ശരി, അതിനൊക്കെ ഒരു വ്യാപ്തിയുണ്ട്, ഒരു പ്രത്യേകം ഏരിയ ഉണ്ട്, ഒരു സ്പേഷ്യൽ എക്സ്റ്റെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സഹാറ ഡെസേർട്ട് പറയുകയാണെങ്കിൽ സഹാറ ഡെസേർട്ട് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് അത്രയും വ്യാപ്തിയിലായിരിക്കും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണെങ്കിൽ ഇന്ത്യക്ക് പ്രത്യേകമായിട്ടൊരു സ്പേഷ്യൽ എക്സ്റ്റെന്റ് ഉണ്ട്. ഇനി അതെല്ലാം നമ്മൾ വേറൊരു അഗ്രികൾച്ചർ റീജിയൻ, ഒരു വീറ്റ് റീജിയനോ അല്ലെങ്കിൽ റൈസ് റീജിയനോ അങ്ങനെ പറയുന്നെങ്കിൽ അതിനും ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഏത് റീജിയൻ ആയാലും അതിനൊരു സ്പേഷ്യൽ ആയിട്ടുള്ളൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. തേർഡ് ക്രൈറ്റീരിയ, റീജിയൻ ഹാവ് ബൗണ്ടറീസ്. റീജിയൻസിന്റെ മൂന്നാമത്തെ പ്രത്യേകത, റീജിയൻസിലൊക്കെ ബൗണ്ടറീസ് കാണും. Each region, physical or cultural, has a boundary. The boundary of a region is drawn at outer edge, where the phenomenon no longer occur or dominates. ഏതൊരു റീജിയൻ, ഫിസിക്കൽ ആയിക്കോട്ടെ കൾച്ചറൽ ആയിക്കോട്ടെ, അതിനൊരു ബൗണ്ടറി കാണും. എവിടെയാണോ ആ ഒരു റീജിയന്റെ ഫിക്സഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിനോമിന അവസാനിക്കുന്നത്, ആ അവസാനിക്കുന്ന സ്ഥലത്തായിരിക്കും ആ ഒരു റീജിയന്റെ ബൗണ്ടറി. അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. For example, where the Himalayas and the Shivalik end, the Indo-Gangetic Plain begins, and where the Gangetic Plain ends, the Deccan Plateau begins. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം, ഫിസിക്കൽ റീജിയൻ വെച്ചിട്ടുള്ള എക്സാമ്പിൾ. എവിടെയാണോ ഹിമാലയവും ശിവാലിക്കും എൻഡ് ചെയ്യുന്നത്, അതൊരു മൗണ്ടൻ റീജിയൻ എൻഡ് ചെയ്യുന്നത്, അവിടെ ഒരു പ്ലെയിൻ റീജിയൻ, അതായത് ഇൻഡോ-ഗാഞ്ചറ്റിക് പ്ലെയിൻ ബിഗിൻ ചെയ്യുന്നു. എവിടെയാണോ ഇൻഡോ-ഗാഞ്ചറ്റിക് പ്ലെയിൻ റീജിയൻ അവസാനിക്കുന്നത്, അവിടെ നിന്നൊരു ഡെക്കൻ പ്ലേറ്റു റീജിയൻ ബിഗിൻ ചെയ്യുന്നു. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം, ഒരു കൾച്ചറൽ ഫീച്ചർ വെച്ചിട്ടുള്ള ഉദാഹരണം നോക്കാം. സിമിലർ മേ ബി ഇൻ ദ കേസ് ഓഫ് ലാംഗ്വേജ് റീജിയൻസ് ഇൻ ഇന്ത്യ. കൾച്ചറൽ റീജിയനിൽ ഒരു എക്സാമ്പിൾ ആണ് ലാംഗ്വേജ് റീജിയൻ. അതിനൊരു ഉദാഹരണം നോക്കാം. There is a line of demarcation between Telugu, Tamil and Malayalam regions in India. ഇപ്പൊ ലാംഗ്വേജിന്റെ ബേസിലാണ് കേരളം, തമിഴ്നാടു, കർണാടകയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ മലയാളം സംസാരിക്കുന്നത് എവിടെ അവസാനിക്കുന്നോ അവിടെ വെച്ച് കേരളത്തിന്റെ ബൗണ്ടറി അവസാനിക്കുന്നു, പകരം തമിഴ്നാടോ കർണാടകയുടെ ബൗണ്ടറി തുടങ്ങുന്നു. അപ്പോൾ ഓരോ ലാംഗ്വേജിനെ വെച്ചിട്ടുള്ള ഡിമാർക്കേഷനിൽ എവിടെയാണോ അത് അവസാനിക്കുന്നത് അതായിരിക്കും അതിന്റെ ബൗണ്ടറി. Similarly, we find the tribal and non-tribal regions in different states of India. Likewise, at some defined point, urban is replaced by rural or rainforest ceases and the savanna emerges. ഇനി മറ്റു ഉദാഹരണം പറയുന്നെങ്കിൽ ട്രൈബൽ ആൻഡ് നോൺ ട്രൈബൽ റീജിയൻസ്, അതുപോലെ തന്നെ അർബൻ ആൻഡ് റൂറൽ റീജിയൻസ്, അതുപോലെ തന്നെ സവന്ന, റെയിൻ ഫോറസ്റ്റ് തുടങ്ങിയ ക്ലാസിഫിക്കേഷൻ ഓഫ് റീജിയൻസ് ഒക്കെ തന്നെ ഒരു ബൗണ്ടറി അവസാനിക്കുന്നിടത്ത് നിന്നാണ് അടുത്തൊരു റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Fourth attribute, regions are hierarchically arranged. നാലാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് റീജിയൻസ് ഹൈറാർക്കിക്കലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു അറേഞ്ച്മെന്റ് ഉണ്ട്. Although regions vary in scale, type, degree of generalization, none stands alone as an ultimate key to aerial understanding. Each defines only a part of spatial reality. ഓരോ റീജിയൻസിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്, ടൈപ്പ് എന്ന് പറയുന്നത്, ഡിഗ്രി ഓഫ് ജനറലൈസേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണെങ്കിൽ തന്നെയും ഓരോ റീജിയനും പ്രത്യേകം ആയിട്ടല്ല നിൽക്കുന്നത്, ഒരു സ്പേഷ്യൽ റിയാലിറ്റിയിലാണ് ഓരോ റീജിയൻ നിൽക്കുന്നത്. അത് നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. ഒരു ഫോർമൽ റീജിയൻ എടുക്കാം. The size progression of Ganga Yamuna Doab may be seen as a part of upper Gangetic plain, which in turn is a portion of Satluj Ganga plain. ഒരു ഫിസിക്കൽ ആയിട്ടൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. സത്ലജ് ഗംഗാ പ്ലെയിൻ എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ഉണ്ട്, അതിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് അപ്പർ ഗാഞ്ചറ്റിക് പ്ലെയിൻ. ഈ അപ്പർ ഗാഞ്ചറ്റിക് പ്ലെയിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് ഗംഗ യമുന ഡോബ് എന്ന് പറയുന്നത്. അപ്പൊ ഗംഗ യമുന ഡോബിന്റെ മുകളിൽ അപ്പർ ഗാഞ്ചറ്റിക് പ്ലെയിൻ ഉണ്ട്. അപ്പർ ഗാഞ്ചറ്റിക് പ്ലെയിൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു റീജിയനെ സ്പെഷ്യലൈസ് ചെയ്യുന്നത് സത്ലജ് ഗംഗാ പ്ലെയിൻ ആണ്.
അപ്പോൾ അതൊരു ഹൈറാർക്കിക്കലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി മറ്റൊരു ഉദാഹരണം ഒരു കൾച്ചറൽ റീജിയൻ വെച്ച് നോക്കാം. ദ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്, ദ CBD ഓഫ് ഡൽഹി, is one land complex in the functional regional hierarchy, and that describes the spatial influences of city of Delhi and national capital region of which it is the core. ഇനി കൊണോട്ട് പ്ലേസ് എന്ന് പറയുന്നത് ഡൽഹിയിലെ തന്നെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണ്. ഈ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് വരുന്നത് സിറ്റി ഓഫ് ഡൽഹിക്കകത്താണ്. ഈ സിറ്റി ഓഫ് ഡൽഹി വരുന്നത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഡൽഹിക്കകത്താണ്. അപ്പോൾ ഒന്നിനകത്ത് തന്നെ ഹൈറാർക്കിക്കലി ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. റീജിയൻസിനെ തന്നെ ഹൈറാർക്കിക്കലി അറേഞ്ച് ചെയ്യാം. ഇനി മറ്റൊരു ഉദാഹരണം പറയുന്നെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറി വെച്ചിട്ട് നമുക്ക് പറയാം. നമുക്കൊരു ഗ്രാമപഞ്ചായത്ത് കാണും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കാണും. ഇത് ഒരു ഡിസ്ട്രിക്റ്റിനകത്താണ് അടങ്ങിയിരിക്കുന്നത്. ഈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനകത്താണ് അടങ്ങിയിരിക്കുന്നത്. കേരളം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനകത്താണ് അടങ്ങിയിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യ എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റിനകത്താണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹൈറാർക്കിക്കലി അറേഞ്ച്ഡ് ആണ് റീജിയൻസ് എന്ന് പറയുന്നത്. Regions may be either formal or functional. റീജിയൻസിന്റെ പ്രത്യേകത, റീജിയൻസ് ഒന്നേ ഫോർമൽ റീജിയൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഫങ്ഷണൽ റീജിയൻസ് ആയിരിക്കും. ആദ്യം ഫോർമൽ റീജിയൻ എന്താണെന്ന് നോക്കാം. ഫോർമൽ റീജിയൻസ് ആർ ഏരിയാസ് ഓഫ് എസെൻഷ്യൽ യൂണിഫോമിറ്റി throughout in one or limited combination of physical or cultural features. എന്തെങ്കിലും ഒരു ഫിസിക്കലോ അല്ലെങ്കിൽ കൾച്ചറൽ ഫീച്ചേഴ്സിലോ ഒന്നോ ഒന്നിൽ കൂടുതലോ ഒക്കെയുള്ള കോമ്പിനേഷൻസ് ഉള്ള യൂണിഫോം റീജിയൻസിനെയാണ് ഫോർമൽ റീജിയൻ എന്ന് പറയുന്നത്. The equatorial region, the monsoon region, the Sahel region, the tundra region, the mountain region are examples of formal physical region. ഇനി ഫോർമൽ ഫിസിക്കൽ റീജിയന് കുറച്ച് എക്സാമ്പിൾ ആണ് പറയുന്നത്. മൺസൂൺ റീജിയൻ എന്ന് പറയുന്നത് ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ട്, ഇക്വറ്റോറിയൽ റീജിയനും അവിടുത്തെ ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ട്, തുൻഡ്ര റീജിയൻ വളരെ തണുപ്പൂടിയ പ്രദേശം, ഇനി ഒരു മൗണ്ടനസ് റീജിയൻ അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് റീജിയൻ, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടൊരു സ്പെഷ്യലൈസ്ഡ് ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു യൂണിഫോമിറ്റി വച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ അത് ഫോർമൽ റീജിയൻ ആണ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണം ലാംഗ്വേജ് റീജിയനെ വെച്ചിട്ട് പറയാം. മലയാളം സ്പീക്കിംഗ് റീജിയൻ അല്ലെങ്കിൽ തെലുഗു സ്പീക്കിംഗ് റീജിയൻ. അപ്പോൾ അതെന്ന് പറയുന്നത് മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ക്രൈറ്റീരിയ വെച്ചിട്ടൊരു ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനിലുള്ള റീജിയൻസ് ആണ് ഫോർമൽ റീജിയൻ എന്ന് പറയുന്നത്. സിമിലർലി we may observe the homogeneity of language, religion, ethnicity, lifestyle in certain areas. Such regions are also known as formal cultural regions. ഇപ്പോൾ ഫോർമൽ കൾച്ചറൽ റീജിയൻസിന്റെ ഡെഫിനിഷൻ പറയുന്നെങ്കിൽ ലാംഗ്വേജിലോ റിലീജിയനോ ലൈഫ് സ്റ്റൈലിലോ കൾച്ചറിലോ എത്നിസിറ്റിയിലോ ഒക്കെ ഹോമോജിനിറ്റി ഉണ്ട്. അത്തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന റീജിയൻസ് ആണ് ഫോർമൽ കൾച്ചറൽ റീജിയൻ. Functional region, in contrast, is a spatial system defined by the interactions and connections that give it a dynamic organizational basis. ഫോർമൽ റീജിയനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു റീജിയനാണ് ഫങ്ഷണൽ റീജിയൻ എന്ന് പറയുന്നത്. ഇതൊരു സ്പേഷ്യൽ സിസ്റ്റമാണ്. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിനകത്തുള്ള ഇന്ററാക്ഷൻസും കണക്ഷൻസുമാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീജിയനകത്തുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫങ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഫങ്ഷണൽ റീജിയൻ. Its boundaries remain constant only as long as interchanges establishing it remain unaltered. ഫങ്ഷണൽ റീജിയന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഫിക്സഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ബൗണ്ടറി അല്ല. എപ്പോഴാണ് ആ ഫങ്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നത് അതനുസരിച്ച് ഫങ്ഷണൽ റീജിയന്റെ ബൗണ്ടറിക്കും വ്യത്യാസം വരും. സിറ്റി റീജിയൻ മേ ബി സൈറ്റഡ് ആസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഫങ്ഷണൽ റീജിയൻ. ഫങ്ഷണൽ റീജിയന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് സിറ്റി റീജിയൻസ് ആണ്. പ്രത്യേകിച്ച് മെട്രോപൊളിറ്റൻ റീജിയൻസും മെഗാ സിറ്റീസും ഒക്കെയാണ്. വി ക്യാൻ ഡീലിനേറ്റ് ദ കമ്മ്യൂട്ടിംഗ് റീജിയൻസ് ഓഫ് ഡൽഹി, ബോംബെ, കൽക്കട്ട. അതായത് ഡൽഹി, മുംബൈ, കൽക്കട്ട തുടങ്ങിയ മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ മെഗാ സിറ്റീസിലെ കമ്മ്യൂട്ടിംഗ് റീജിയൻസിനെ നമുക്ക് ഡീലിനേറ്റ് ചെയ്യാൻ പറ്റും. കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡെയിലി ജോബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ സബർബൻ റീജിയൻസിൽ നിന്നും അർബൻ ഏരിയയിലോട്ടുള്ള ട്രാവലിനെയാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൽഹി അല്ലെങ്കിൽ മുംബൈ അല്ലെങ്കിൽ കൽക്കട്ട അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചി തുടങ്ങിയ റീജിയൻസ് എടുക്കുന്ന സമയത്ത് അവിടെയുള്ള കമ്മ്യൂട്ടേറ്റിംഗ് റീജിയൻസിനെ നമുക്ക് ഡീലിനേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഫങ്ഷണൽ റീജിയൻ ആണ്. മറ്റൊരു ഉദാഹരണം പറയുന്നെങ്കിൽ similarly, the functional regions of national capital of India may be demarcated by taking the supply of milk, fruits, vegetables and newspapers.
ഡൽഹിയെ തന്നെ വീണ്ടും മറ്റൊരു രീതിയിലുള്ള കമ്മ്യൂട്ടേഷൻ, അതായത് സപ്ലൈ ഓഫ് മിൽക്കിന്റെ ബേസിലും ഫ്രൂട്ട്സിന്റെ ബേസിലും അല്ലെങ്കിൽ വെജിറ്റബിൾ സപ്ലൈയുടെ ബേസിലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ സപ്ലൈയുടെ ബേസിലും പല പല ഫങ്ഷണൽ റീജിയൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഫംഗ്ഷന്റെ ബേസിൽ ഒരു മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ സിറ്റി റീജിയനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഫങ്ഷണൽ റീജിയൻ എന്ന് പറയുന്നത്. ദ ഫങ്ഷണൽ റീജിയൻ ഈസ് ഹവർ എ ഡൈനാമിക് കൺസെപ്റ്റ് വിച്ച് ചേഞ്ചസ് ഇൻ സ്പേസ് ആൻഡ് ടൈം. പക്ഷേ ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ ആ ഒരു ഫങ്ഷണൽ റീജിയൻ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. എപ്പോഴാണോ ആ ഒരു ഫംഗ്ഷന് വ്യത്യാസം വരുന്നത് ആ സമയത്ത് ആ ഒരു റീജിയന്റെ ബൗണ്ടറി മാറും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ആ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങളും കുറേ ഫങ്ഷൻസും ഒക്കെ കാണും. എപ്പോഴാണ് ആ ഷോപ്പിന്റെ പ്രവർത്തനം നിൽക്കുന്നത് പിന്നെ അവിടെ ആ ഒരു ഫങ്ഷൻസ് കാണത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള റീജിയൻസിനെയാണ് ഫങ്ഷണൽ റീജിയൻസ് എന്ന് പറയുന്നത്. Regions have transitional boundaries. ഏറ്റവും അവസാനത്തെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് റീജിയൻസിന് ബൗണ്ടറീസ് ഉണ്ട്, പക്ഷെ അതൊക്കെ ട്രാൻസിഷണൽ ബൗണ്ടറീസ് ആണ്. റീജിയൻസിന് ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഷാർപ്പ് ബൗണ്ടറീസ് അല്ലെങ്കിൽ ഫിക്സഡ് ബൗണ്ടറീസ് അല്ല, പകരം ഒരു ട്രാൻസിഷണൽ ബൗണ്ടറി, അതായത് ഒരു ഫിനോമിന മറ്റൊരു ഫിനോമിനയായിട്ട് ഓവർലാപ്പ് ചെയ്ത് കാണപ്പെടുന്ന ബൗണ്ടറീസ് എന്നാണ് റീജിയൻസിനുള്ളത്. ഉദാഹരണം നമുക്ക് ലാംഗ്വേജ് വെച്ച് തന്നെ പറയാം. കേരളത്തിന്റെ ക്ലാസിഫിക്കേഷൻ പറയാം. കേരളം മലയാളം സംസാരിക്കുന്നവർ വെച്ചാണ് കേരളം എന്ന സ്റ്റേറ്റ് വന്നിട്ടുള്ളത്. പക്ഷെ കേരളത്തിന്റെ സദേൺ എൻഡിൽ തമിഴ് സംസാരിക്കുന്ന ആളുകളും നോർത്തേൺ എൻഡിൽ കന്നഡ സംസാരിക്കുന്ന ആളുകളുമുണ്ട്. അവിടെ ഒരു ഫിനോമിന മറ്റൊരു ഫിനോമിനയായിട്ട് ഓവർലാപ്പ് ചെയ്താണ് കാണപ്പെടുന്നത്. അപ്പോൾ റീജിയൻസിന്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടൊരു ഫിക്സഡ് ആയിട്ടുള്ള ബൗണ്ടറി അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ബൗണ്ടറി അല്ല, പകരം അവിടെ ഓവർലാപ്പിംഗ് ഒരു ട്രാൻസിഷണൽ സോൺ ആണ് എന്നതാണ് അവസാനത്തെ പ്രത്യേകത.